Hi friends, welcome back to Happy Life TV. ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നവും അതിൻ്റെ കാരണവുമാണ് എങ്ങനെ പരിഹരിക്കാമെന്നുമാണ് നാം ചർച്ച ചെയ്യുന്നത്. ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഭാര്യാഭർത്താക്കന്മാരുടെ സംസാരത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിലെ നമ്മുടെ ഡിസ്കഷൻ. പുരുഷൻ ഭാര്യയോട് പറയും, ലൈംഗിക താല്പര്യം ഉണ്ടായ ഭർത്താവ് ഭാര്യയോട് പറയും, എടി നീ ഒന്ന് വാടി. അല്ലെങ്കിൽ പകൽ സമയത്ത് പറയും, ഇയാൾ ഏതൊക്കെയോ ലൈംഗിക ചിന്തകൾ വന്നതുകൊണ്ട് ഭാര്യയോട് പറയും, ഇന്ന് രാത്രി എന്തായാലും നമുക്ക് സെക്സ് വേണം, നീ ഒന്ന് പെട്ടെന്ന് കുഞ്ഞിനെ ഉറക്കടി എന്നിട്ടൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഈ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകൾ പ്രതികരിക്കുക, മനുഷ്യ നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ചിന്ത ഉള്ളൂ, ഏതോ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാലും അത് മാത്രമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിൻ്റെ പേരിൽ അല്ലടി പിന്നെ ഞാൻ വേറെ എവിടെ പോരാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ പലപ്പോഴും അടി കൂടുന്നത് കൗൺസിലിങ്ങിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സ്ത്രീക്ക് സെക്സ് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? പുരുഷനുമായിട്ടുള്ള സെക്സ് അവൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ? ഇവിടെയുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തുകൊണ്ടിത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്. സ്ത്രീ പുരുഷ ലൈംഗികതയിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ നിമിഷങ്ങളെ കൊണ്ട് തന്നെ ലൈംഗികമായ ഉണർവിലേക്ക് എത്തുന്ന ആളാണ് പുരുഷൻ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 10-20 മിനിറ്റോളം എടുത്തുകൊണ്ടാണ് ലൈംഗികമായ ഉണർവിലെത്തുന്നത്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്ന ഒരു ചിന്ത മതി ലൈംഗികമായി ശാരീരികമായി ഉണരാൻ. ആ ചിന്ത വരുന്ന ഉടനെ തന്നെ ഇയാൾ വേണമെങ്കിൽ ആ മൊമെൻറ്റിൽ തന്നെ അയാൾ സെക്സിന് റെഡിയാണ്. ആ മൊമെൻറ്റിൽ തന്നെ ലൈംഗികമായി തയ്യാറെടുത്ത് നിൽക്കുന്ന പുരുഷനാണ് ഭാര്യയോട് സംസാരിക്കുന്നത്, എടി നീ പെട്ടെന്ന് വാ, അല്ലെങ്കിൽ ഇന്ന് എന്തായാലും വേണം എന്ന് പറയുന്ന സമയത്ത് ആ ഭാര്യ ലൈംഗിക ഉണർവിൻ്റെ 0.1% പോലും എത്തിയിട്ടില്ല. ലൈംഗികമായ ഒരു ഉണർവും ഇല്ലാത്ത ഭാര്യയോട് പെട്ടെന്ന് എടി നീ വാ എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന് വേണമെന്ന് പെട്ടെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ രണ്ടുപേരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭാര്യയ്ക്കും ഭർത്താവിനും ഇങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, നേരത്തെ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിശേഷിച്ചും നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്തൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ഭാര്യയോട് സംസാരിക്കുന്നതിന് പകരം അതേ ഭാര്യയോട് തന്നെ രാത്രി കൂടെ കിടന്ന് അല്പമൊക്കെ തലോടി കെയറസൊക്കെ ചെയ്ത് അല്പസമയം കഴിഞ്ഞതിന് ശേഷം അതേ ഭാര്യയോട് അല്പമൊക്കെ ഒന്ന് ഉണർന്നതിന് ശേഷം അതേ ഭാര്യയോട് എടി എന്നാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിന് മുമ്പേ ആ ഭാര്യ റെഡി ആയിരിക്കും. കാരണം ആ ഭാര്യയ്ക്കും ശരീരത്തിൽ അല്പം ഉണർവ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്യത്യാസം രണ്ടുപേരും ഉൾക്കൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. ഭർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നത് ഇയാൾക്ക് എപ്പോഴും അതുമാത്രം താല്പര്യമുള്ളത് കൊണ്ടല്ല, ഭർത്താവിന് ആ ചിന്ത വരുമ്പോഴത്തേക്കും തന്നെ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള 100% റെഡിനെസ് അയാളിൽ വന്നു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഭർത്താവ് ഇങ്ങനെ പറയുന്നതെന്ന് ഭാര്യ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാര്യ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് ഭാര്യയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ആ ഭാര്യ അല്പം കൂടെ സമയം എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഉണർന്നു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ആ ഭാര്യ വളരെ സിമ്പിളായിട്ട് ഈ വിഷയത്തിൽ റെഡി ആയിരിക്കുമെന്ന് പുരുഷന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉണ്ടാകുന്നതാണ്, പക്ഷേ ഇതിൻ്റെ കാരണം മനസ്സിലാവാറില്ല. ഈ ഒരു പ്രശ്നം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമേ ഇതിനകത്തുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സന്തോഷകരവും ആനന്ദകരവുമായ ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. മറ്റുള്ള എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us, ഹാപ്പി ലൈഫ് TV.